അതുപോലെ ഡോക്ടർ ഈ വീഴ്ചയിലോ അപകടങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന ന്യൂറോ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒരു മൈഗ്രെയിനിലേക്ക് നയിക്കാറുണ്ടോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ? ട്രോമാറ്റിക് മൈഗ്രെയിൻ എന്ന് ഉള്ള തരത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് എല്ലാ കേസുകളിലും വരണം എന്നില്ല. ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായ കേസുകളിൽ അത് വരാൻ സാധ്യതയുണ്ട്. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് അവിടെ ചിലപ്പം വർക്കൗട്ട് ആവത്തില്ല. സ്ട്രെയിൻ ആയിരിക്കും അതിന് ചിലപ്പം സാധ്യതയുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പൊടി, ലൈറ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിന് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ആകാൻ സാധ്യതയില്ല. പക്ഷേ അവർക്ക് ഉറക്കം കിട്ടാതെ വരിക, ഓവർ സ്ട്രെയിൻ എടുക്കുക, ഒരുപാട് സ്ട്രെയിൻഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം വെച്ചാൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ അവിടെ വേണ്ടതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ട്രോമാറ്റിക് മൈഗ്രെയിൻ എന്നുള്ളത് അത്ര കോമൺ അല്ല, എന്നാലും കണ്ടുവരാറുണ്ട്.